Rima, call your grandma and everybody. You please sit down. എന്താ പാപ്പ? Look, അവൻ വാക്ക് പാലിച്ചു. നറിയുള്ളവനായി ഷാക്ക്. എല്ലാവർക്കും വിസ ശരിയാവുമെന്ന്, വിസ ശരിയായ അവരോട് വരുമെന്ന് നമ്മളെയൊക്കെ കൊണ്ടുപോകാൻ. അവന്റെ ഫോട്ടോയും കൊണ്ട് മണിതിലേക്ക് സ്വാത്തായിരിക്കുന്നു. എവിടെ ജെന്നി? കാളർ ജെന്നി. Hi, nice chat. Like a Hollywood star. I will show this to my classmates. Correct. ജെന്നിയുടെ ഒരു ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് അയച്ചു കൊടുക്കണമെന്ന് അവൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫോട്ടോഗ്രാഫറെ കൈയോടെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ജെന്നി, യു ഗോ ചേഞ്ച് യുവർ ഡ്രസ് ആൻഡ് കം. മറിയ, നീ ചെന്നൊരു നല്ല ഡ്രസ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കേ. ഗോ, വേഗം വേഗം. ജെന്നി, പാപ്പ പറഞ്ഞത് കേട്ടില്ലേ? ചെല്ല്. നോക്ക്, നിന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ ഇവിടെ എല്ലാരും ഓരോരോ സ്വപ്നം കാണുന്നത്. പാവം, ഈ വയസ്സുകാലത്ത് പപ്പയുടെ ഒരു ഉത്സാഹം കണ്ടില്ലേ? ചെല്ല്, പപ്പയെ വിഷമിപ്പിക്കാതെ പോയി ഡ്രസ് മാറും. ഈ ആംഗിൾ കൊള്ളാം. പല പോസ്റ്റിൽ എടുക്കണം. ഫുൾ സൈസ് ആയിക്കോട്ടെ. പിന്നെ ആ ചെയറിൽ നിന്ന് വേറെ എടുക്കാം. ഇങ്ങോട്ട് വന്നേ. ഇങ്ങനെ ഇങ്ങനെ മോളങ്ങോട്ട് മാറുന്നേ. എടുത്തോ. Keep the hand like this. Come on. Oh, what is it, Jenny? Smile, smile. ഇളിക്കണ്ട. സൗന്ദര്യ മത്സരത്തിന് പോസ് ചെയ്തൊന്നുമല്ല ഞാൻ. പ്രതിശ്രുതവരനെ കാണാൻ വേണ്ടിട്ടല്ലേ അവൻ കണ്ട സായുജരേട്ടറി. എന്റെ മേടിക്കും. പറഞ്ഞു പറഞ്ഞ് കളി കാര്യാവുക. ഇയാൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലേ? കളിയാക്കാനും തല്ലുകൂടാനും കാശ് കടമടിക്കാനും മാത്രം മതിയോ ഞാൻ? അതിന്റെ അപ്പുറത്ത് ഇയാളുടെ ആരുമല്ലേ ഞാൻ? അറ്റ്ലീസ്റ്റ് ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടെങ്കിലും അല്ലേ ഞാൻ? എന്നോട് പോണ്ടെന്ന് പറഞ്ഞൂടെ ഇയാൾക്ക്? പോണ്ടെന്ന് ഞാൻ പറഞ്ഞ നീ പോവാതിരിക്കോ? പോവാതിരിക്കാൻ നിനക്ക് പറ്റോ? നിന്നെ മറ്റാരേക്കാളും കൂടുതൽ അറിയുന്നവനാ ഞാൻ. നിന്റെ മനസ്സിൽ എന്താണെന്ന് കണ്ണാടി കാണുന്ന പോലെ എനിക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. അത് വേണ്ട ജെന്നി. അറിഞ്ഞോ അറിയാതെയോ മനസ്സിലെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മോഹം കൊണ്ടു നടക്കണ്ടെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് ആ നടക്കില്ല. എനിക്ക് നടക്കില്ല. വേറെ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാ നമ്മൾ രണ്ടാളും. നമ്മുടെ തോളിൽ ആവശ്യത്തിൽ കൂടുതൽ ഭാരങ്ങളുള്ളതാ. വേണ്ട, സ്വപ്നങ്ങളൊന്നും കാണാതെ നടക്കാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്. നീയും അങ്ങനെ തന്നെ മതി. നിന്റെ സാറാൻ്റെ പണ്ട് ചെയ്തതും എൻ്റെ അച്ഛൻ പണ്ട് ചെയ്തതും നീയും ഞാനും ആവർത്തിച്ചൂടാ. കണ്ണി ചോരയില്ലാത്ത ദുഷ്ടനാണെന്ന് ചിലപ്പോൾ നീ എന്നെ പറ്റി കരുതണ്ടാവും. പക്ഷേ ഇപ്പൊ എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയും. പോട്ടെ. ബില്ല് കൊടുത്തിട്ട് പോടി. എന്റെ കയ്യിലില്ല. അയ്യോ ദേ, നീ കാശ് കൊടുക്കാന്ന് പറഞ്ഞോണ്ടല്ലേ മസാല ദോശയും ജ്യൂസൊക്കെ ഞാൻ ഓർഡർ ചെയ്തത്. എന്നെ നാറ്റിക്കല്ലേ? ദേ, നീ കാശ് കൊടുത്തില്ലെങ്കിൽ ഞാൻ അകത്ത് വരുന്ന ഇതുപോലെ അരിയാട്ടേണ്ടി വരും. എന്റെ പൊന്നു മോളല്ലേ, കാശ് കൊടുക്ക്. കാശ് കാശ്. താങ്ക് യു. ഹായ് ഗിർഗിറി അപ്പൂപ്പ. അല്ല, ഗിർഗിറി അപ്പൂപ്പ. അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു ഇസ്രായേൽ വൃത്തികെട്ട വൃദ്ധനെ അഞ്ചംഗ സംഘം കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നു. അല്ലടാ, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഒരു ഇസ്രായേലുകാരൻ അഞ്ചംഗ സംഘത്തെ കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നെന്ന് നാളത്തെ പത്രത്തിൽ വായിക്കേണ്ടി വരും. എന്താണല്ലോ ഗ്രിഗറി? താൻ മിണ്ടരുത്. കണ്ണ് കാണിച്ചും പാട്ട് കേൾപ്പിച്ചും പണ്ട് ഇവന്റെ ബാസ്റ്റേഡ് ഫാദർ എന്റെ സാറയെ മയക്കി. അന്നും നിങ്ങളൊക്കെ തന്നെ ആയിരുന്നല്ലോ കൂട്ട്. ഇപ്പൊ ആ ഫാദറിന്റെ ഈ സൺ ഇറങ്ങിയിരിക്കുക.
എന്റെ ഗ്രാൻഡ് ഡാക്ടറെ മയക്കാൻ. ഇന്നും നിങ്ങളൊക്കെ തന്നെയാണോ കൂട്ട്? ദേ, എല്ലാരോടും കൂടി പറയുക, ഇപ്പോ രക്ഷപ്പെടാനുള്ള ഒരു വഴി വീണ്ടും തെളിഞ്ഞിരിക്കുക ഞങ്ങൾക്ക്. നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തി ഞങ്ങളുടെ യാത്ര മുടക്കിയാലുണ്ടല്ലോ, സമ്മതിക്കില്ല ഞാൻ. മനുഷ്യരിവിടെ ഭ്രാന്ത് പിടിച്ചടക്കപ്പെടാവുന്ന കൊന്നുകളയും ഞാൻ എല്ലാത്തിനെയും. അവൻ ആരാണെന്ന വിചാരം? നിർഗറിയെ ശരിക്ക് അറിയില്ല. സ്കൗട്ടുന്നത് എന്നെ തോപ്പിക്കാൻ ശ്രമിച്ചാൽ അവന്റെ തന്തയെ വെറുതെ വിട്ടതുപോലെ ഇത്തവണ ഞാൻ വിടില്ല. വേണ്ടി വന്നാൽ കുത്തിക്കൊന്ന് തേടി പോയി കിടക്കും ഞാൻ. അവളെ ഞാൻ വെറുതെ വിടില്ല. പറഞ്ഞേക്ക് കൊണ്ടാന മോളോട് എല്ലാത്തിനെയും കൊന്ന് ഞാനും ചാവും. എന്തായി? വക്കീലിനെ വിളിച്ചിട്ട് കിട്ടിയോ? കിട്ടി. എന്താ അദ്ദേഹം പറഞ്ഞേ? ഉടനെ തിരിച്ചു പോകാൻ പറ്റുമോ? അത് എത്ര ദിവസം കരുതിയ ജയിലിലിട്ട പോലെ ഇങ്ങനെ കഴിയാ? കുറച്ച് ദിവസം കൂടി സൂക്ഷിക്കണം. സ്വത്തിന് മാത്രമല്ല, ജീവനും കൂടി ഭീഷണിയുള്ള സമയമാ. കേസ് വിളിച്ചാൽ കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കാൻ ശർമാജി പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഇവിടെ തന്നെ കഴിയണം. മാഡം, ഞാൻ ഇറങ്ങാം. നാളെ കാണാം. കുറച്ച് നാളുകൂടി ഇവിടെ തങ്ങേണ്ടി വന്നാ ഇപ്പൊ തന്നെ ഹോട്ടൽ ബില്ല് നല്ലൊരു തുക പെൻഡിങ്ങാ. ഒരു കാര്യം പറഞ്ഞാ മാഡത്തിന് വിഷമം തോന്നരുത്. തൃപ്പൂണിത്തുറയില് മാഡത്തിന്റെ പഴയ ബന്ധുക്കളാരോ ഇല്ലേ ഇല്ലത്ത്? തൽക്കാലം രണ്ടാൾക്കും അവിടെ താമസിച്ചൂടെ? അവിടെ സ്ഥിതിയൊക്കെ വളരെ മോശമാ. മുമ്പ് വല്ലപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. അവരുടെ മനസ്സിലിപ്പോഴും ആരാദേവി വലിയ കോടീശ്വരിയാ. ഈ അവസ്ഥയിൽ അവിടെ ചെന്ന് അവർക്കൊരു ഭാരമാവുന്നത് വേണ്ട. തൽക്കാലം നമുക്കൊരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് മാറാം അമ്മ. ബോംബെയിലല്ലാത്തോണ്ട് പെട്ടെന്നാരും അറിയേയില്ല. തനിക്കെന്നാ പോസ്റ്റ്മാന്റെ പണി കിട്ടിയേ? പോസ്റ്റ്മാനല്ല, കൊറിയർ മേനോൻ. പുതിയ അവതാര. ഒരു പാർട്ട് ടൈം ഇന്ന് ചാർജ് എടുത്തുള്ളൂ. നിന്റെ ഞാൻ സമ്മതിച്ചു. എന്ത് തക്കട തരികട കാണിച്ചാണെങ്കിലും ജീവിക്കാൻ പഠിച്ചവനാ നീ. നിന്റെ അച്ഛനെ പോലെയല്ല. ഗതിയില്ലാത്തോണ്ടാ റപ്പയ്യേട്ടാ. നീ ഇരിക്കേ പറയട്ടെ. ഇരിക്കാനും തരില്ല. ഇതായത് നോക്കട്ടെ. ഇരിക്കടോ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അച്ഛന്റെ മുടങ്ങിപ്പോയൊരു പഴയ പടത്തിന്റെ പ്രൊഡ്യൂസർ അല്ലടാ. ഈ സമരം എങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇക്കിടന്ന് പാടുപെടുന്നു. അപ്പഴാ ഒരു നിന്നെ എന്താ എത്ര ധൃതി? ഒന്നുമില്ല. ജോലിയുടെ ഒരു ഉത്തരവാദിത്തം അല്ലേ? അല്ല, അതിപ്പോ സമരം എവിടെ എത്താത്തോണ്ട് ജീവിക്കണ്ടേട്ടാ. അതെ, കൂട്ടത്തിലുള്ള തൊഴിലാളികൾ പട്ടിണി കിടക്കുമ്പോ കരിങ്കാലിപ്പണി കാട്ടി പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കുന്ന വർഗബോധമില്ലാത്ത മൂരാച്ചകൾ സമരചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എന്റെ പൊന്നേട്ടാ, 10-40 ദിവസം ഞാനും ആ സമരപ്പന്തലിൽ വന്നു കിടന്ന് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചല്ലേ. നമ്മുടെ മുതലാളിക്ക് ആ കമ്പനി തുറന്ന് പ്രവർത്തിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. ആ പെറ്റിബോർഷ പോണ്ടിച്ചേരിലെങ്ങാണ്ട് വേറൊരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മാറിക്കേ, എനിക്ക് കുറച്ചും കൂടി പണിയുണ്ട്. കരിങ്കാലിപ്പണി തീർന്നിട്ടില്ലേ? അങ്ങനെ പോവാൻ വരട്ടെ. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോയാ മതി. അയ്യേ, പൊതുവഴിയിലാണോ ഒന്ന് രണ്ടൊക്കെ? പരിസ്ഥിതി മലിനാവൂട്ടോ. തിന്തിരിപ്പൻ മൂരാച്ചികളെ തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയ ചരിത്രമുള്ള തൊഴിലാളി പ്രസ്ഥാനത്തെ പിന്നെയും നുകുത്തുന്ന ഒരുത്തനം വെറുതെ വിടുകയല്ല. നാളെ മുതൽ കരിങ്കാലിപ്പണി ഉപേക്ഷിച്ച് മര്യാദക്ക് സമരപന്തൽ വന്നിരുന്നോണം. അല്ലെങ്കിൽ എന്റെ തനി നിറ നീ അറിയും. അമ്മേ, വലിയൊരു കൊതുക്. പ്രസ്ഥാനത്തിന് വേണ്ടി ചിന്തൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സഖാവിന്റെ ചുടിരക്തം ഒരു പിന്തിരിപ്പൻ മൂരാച്ച കൊതുക് ഊറ്റിയെടുക്കുന്നത് വർഗബോധമുള്ള ഒരു തൊഴിലാളിക്കും സഹിക്കൂല. സഖാവേ, ക്ഷമിക്കൂ. ആ കൊതുക് രക്തസാക്ഷിയായി പോട്ടെ. തൊഴിലാളിക്കും സിന്ദാബാദ്. വീര വീര നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. 10 10,000 രണ്ടു നന്ന പിന്നാലെ. അവൻ കൊതുകിനെ തല്ലിയത് തന്നെ ആയിരിക്കും അല്ലേ? ഏയ്, നേതാവിനെ തല്ലിയതാവാൻ വഴിയില്ല. അതിനുള്ള ധൈര്യമൊന്നും അവനില്ല. ഭാഗ്യത്തിന് വേദനിച്ചില്ല. എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയേക്കാം അല്ലേ? വാ.
കയറിയിരിക്കൂ. ഇല്ല, ഒരു കൊറിയർ ഉണ്ട് അമ്മയ്ക്കാ. സംശയിക്കണ്ട, പുതിയ ജോലിയാ. പല പല വേഷം കെട്ടലുകളില് ഏറ്റവും പുതിയത്. അമ്മ എവിടെ? കൊറിയർ വരാണ്ടെന്ന് പറഞ്ഞ് ഇത്ര നേരം കാത്തിരുന്നു. കാണാണ്ടായപ്പോ മാത്തനങ്ങളിലും കുട്ടിയാ ഹോട്ടലിൽ അന്വേഷിച്ചു പോയിരിക്കാ. ഹോട്ടലിലെ അഡ്രസ്സിലാ വന്നത്. അവരെ ഈ അഡ്രസ് തന്നെ. വാടക വീടല്ലേ? എന്നിങ്ങോട്ട് മാറി? ഇന്നലെ. കയറിയിരിക്കി, അമ്മ ഇപ്പൊ വരും. ഇല്ല, ഒപ്പിട്ട് തന്നാ മതി, ഞാൻ പോവാ. ഒരു 5 മിനിറ്റ്, ഞാൻ ചായ എടുക്കാം. ആദ്യമായിട്ട് വന്നതല്ലേ. പാലുണ്ടാവില്ല, കുടിക്കുമെങ്കിൽ കട്ടൻ എടുക്കാം. വേണ്ട, കട്ടൻ കുടിക്കാത്തോണ്ടല്ല, കട്ടൻ തന്നെ പതിവ്. പക്ഷെ ഇപ്പൊ ബുദ്ധിമുട്ടിക്കണില്ല. അമ്മ വരുമ്പോ പറയും, ദാ ഇത് ഒപ്പിട്ടോളൂ. ദാ അവിടെ.